നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് രാവിലെ മുതൽ. എറണാകുളം വൈപ്പിൻ വളപ്പ് ബീച്ചിൽ കാണാതായ യമൻ പൗരന്മാർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. കാണാതായത് ഇന്നലെ ഉച്ചയോടെ. കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് പൊയ്യ ബ്രാഞ്ച് ഉദ്ഘാടനം ജൂൺ 5-ന്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്തകൾ വിശദമായി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. രാവിലെ മുതലാണ് ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത്. കഴിഞ്ഞ 23-ന് കരുവന്നൂരിൽ യുവാവും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷം നടന്നിരുന്നു. യുവാവിന്റെ പരാതിയിൽ ബസ് ജീവനക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. എറണാകുളം വൈപ്പിൻ വളപ്പ് ബീച്ചിൽ കാണാതായ യമൻ പൗരന്മാർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ജിബ്രാൻ ഖലീൽ, അബ്ദുൾ സലാം, മവാദ് എന്നിവരെയാണ് ഇന്നലെ ഉച്ചയോടെ തിരയിൽപ്പെട്ട് കാണാതായത്. കോയമ്പത്തൂർ രത്നം കോളേജിലെ വിദ്യാർത്ഥികളാണിവർ. കടലിലിറങ്ങിയ ഇവരോട് മത്സ്യത്തൊഴിലാളികൾ കരയിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഭാഷാപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാകാം കുട്ടികൾക്ക് കാര്യം മനസ്സിലാകാത്തതെന്ന് പോലീസ് പറയുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് പൊയ്യ ബ്രാഞ്ച് ഉദ്ഘാടനം ജൂൺ 5-ന് നടക്കുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിക്കും. ബെന്നി ബെഹനാൻ എം.പി. മുഖ്യാതിഥിയാകും. ബാങ്ക് പ്രസിഡന്റ് ടി.എം. നാസർ, ഭരണസമിതി അംഗങ്ങളായ പ്രൊഫസർ സി.ജി. ചെന്താമരാക്ഷൻ, വക്കച്ചൻ അമ്പൂക്കൻ, സെക്രട്ടറി എം.ജി. മിനി എന്നിവർ പങ്കെടുത്തു. 2012-ലാണ് ഇതിന്റെ താലൂക്ക് തലത്തിലുള്ള ബാങ്ക് രൂപം കൊള്ളുന്നത്. 1978 മുതൽ പഴയ ഭൂപണയ ബാങ്ക്, അതിനുശേഷം കാർഷിക വികസന ബാങ്കായി രൂപാന്തരപ്പെട്ട് സംസ്ഥാനത്തിലുടനീളം ഇതിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് കിടക്കുകയാണ്. ദീർഘകാല വായ്പകളാണ് ഇത് സാധാരണ കൊടുത്തുകൊണ്ടിരുന്നത്. നബാർഡാണ് ഫിനാൻസ് ചെയ്യുന്നത്. ജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് വായ്പ കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ല കാർഷിക വികസന ബാങ്കുകൾ. നബാർഡിൽ നിന്ന് ഫിനാൻസ് സ്വീകരിച്ച് അത് 1%, 1.5% പ്രവർത്തന ചെലവ് കണക്കാക്കിയിട്ട് ജനങ്ങൾക്ക് അത് വായ്പയായി കൊടുക്കുന്ന സംവിധാനമാണ് കാർഷിക വികസന ബാങ്കിലുള്ളത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും കോടികൾ കൊള്ള നടത്തിയ CPM നേതാക്കൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. കോണത്തുകുന്ന് സെന്ററിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് A.A. മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കമാൽ കാട്ടകത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ E.V. സജീവ്, A.R. രാംദാസ്, അയൂബ് കരുപ്പടന്ന, T.J. ജോസഫ്, A. ചന്ദ്രൻ, ധർമ്മജൻ വില്ലേടത്ത്, നാസർ കൊമ്പനെഴുത്ത്, മായ രാമചന്ദ്രൻ, മോഹൻദാസ്, സാബു കണ്ടത്തിൽ, മല്ലിക ആനന്ദൻ, മഹേഷ് ആലിങ്ങൽ, C.K. റാഫി, നൌഷാദ് ചിലങ്ക തുടങ്ങിയവർ നേതൃത്വം നൽകി. കരുവന്നൂർ കേസിൽ ED പ്രതി ചേർക്കപ്പെട്ട MP K. രാധാകൃഷ്ണനും MLA AC മൊയ്തീനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അന്നമനട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് മാള ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K. രവി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെ നേതാക്കളടക്കം CPM-ന്റെ 3 ജില്ലാ സെക്രട്ടറിമാർ AC മൊയ്തീൻ, K. രാധാകൃഷ്ണൻ, വർഗീസ് തുടങ്ങിയവർ കട്ട് കൊണ്ടുപോയി എന്ന് CPM അതിൽ 67-ാം പ്രതിയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പാർട്ടി സംസ്ഥാനത്ത് ആദ്യമായിട്ട് കൊള്ള മുതൽ കട്ടു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഇന്നാട്ടിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംഘങ്ങൾ മുഴുവൻ T.K. രാമകൃഷ്ണൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ, നയനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ 60%, 70% ബാങ്കുകൾ കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് P.K. തിലകൻ അധ്യക്ഷത വഹിച്ചു. സാനി ചക്കാലക്കൽ, K.A. ഇക്ബാൽ, ഹക്കീം ഇക്ബാൽ, T.K. രമേശൻ, V.A. കരീം, ധന്യ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗുരുധർമ്മ ട്രസ്റ്റ് വാർഷിക പൊതുയോഗം നടന്നു. ഹൈക്കോടതി അഭിഭാഷകൻ T.R. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. NB സുരേഷ് ബാബു ഗുരുപൂജ നടത്തി. ട്രസ്റ്റ് ചെയർമാൻ P.K. സുധീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശിവഗിരി മഠം സ്വാമി ശിവസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പറവൂർ ഗുരുദേവ ട്രസ്റ്റ് ചെയർമാൻ VP അസ്പ്രസാദ്, VB ഉണ്ണികൃഷ്ണൻ, KB രാജേഷ്, PK ബാബു, KV രാജു, PS ഷൈനി, EP രാജീവ്, PR രാഘവൻ എന്നിവർ സംസാരിച്ചു.
ബീഹാർ മാതൃകയിൽ സമുദായം തിരിച്ചുള്ള കണക്കെടുപ്പ് നടത്തി നിയമനിർമ്മാണം സഭകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിലും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നടപടി വേണമെന്ന് വാർഷിക യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് രാവിലെ മുതൽ. എറണാകുളം വൈപ്പിൻ വളപ്പ് ബീച്ചിൽ കാണാതായ യമൻ പൗരന്മാർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. കാണാതായത് ഇന്നലെ ഉച്ചയോടെ. കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് പൊയ്യ ബ്രാഞ്ച് ഉദ്ഘാടനം ജൂൺ 5-ന്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.